ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. കടുമാങ്ങ കറിയാണ്. അതിനായിട്ട് വലിയ 2 മാങ്ങ, ഇതിൻ്റെ സ്കിന്നൊന്നും കളയണ്ട കേട്ടോ, തൊലിയൊന്നും കളയാണ്ട് ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ സീഡും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. സൈഡും കൂടി ആ കറിയിലിടുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അത്യാവശ്യം വലുപ്പമുള്ളൊരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ, നന്നായിട്ട് മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് അങ്ങനെ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീയൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ. നമുക്കിതിന് അത്യാവശ്യം ഈ മാങ്ങ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം മാങ്ങ വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം മതി കേട്ടോ. നമുക്ക് വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് സോൾട്ടും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. സോൾട്ട് ഇട്ടിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇവിടെ എരിവ് അങ്ങനെ ആർക്കും ഇഷ്ടമല്ല. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പൊടിയാണ്, അതുകൊണ്ടാണ് ഞാൻ 1 സ്പൂൺ മാത്രം ഇട്ടത് കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ എടുക്കായതുകൊണ്ട് സ്പൂൺ കൊണ്ട് ഇളക്കുന്നതേ ഉള്ളൂ. കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അത്യാവശ്യം മാങ്ങ വെന്ത് വരുന്ന സമയത്തൊക്കെ നമുക്ക് ഇളക്കേണ്ടതായിട്ട് വരും. അന്നേരം മാങ്ങ ഉടഞ്ഞു പോകാതെ ചെറിയ രീതിയിൽ ഇളക്കി കൊടുക്കുക കേട്ടോ. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളിയും ഒരു 1/2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയും കൂടി അരിഞ്ഞതാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നുകൂടി അടച്ച് വെച്ച് നമുക്ക് ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ചെറിയൊരു പൊടി തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ചേർക്കാം. ചെറിയ 2 കഷ്ണം ശർക്കര വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ശർക്കര ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഷുഗറും ചേർക്കാം. ഷുഗർ ഇല്ലാതെ കഴിക്കുന്നതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ഇല്ലാതെയും കഴിക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ കറി എടുക്കുന്ന സമയത്ത് അവർ കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെയധികം ഇഷ്ടമായിരിക്കും. നമുക്ക് നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കരിഞ്ഞു പോകാത്ത രീതിയിലൊന്ന് വറുത്തെടുക്കണം. നമ്മുടെ കടുക് അത്യാവശ്യം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇത് വറക്കുന്നതിൻ്റെ പാകം. അടുത്തതായിട്ട് നമുക്ക് 1/2 സ്പൂൺ ഉലുവ വറുത്തെടുക്കാം. ഉലുവ കരിഞ്ഞു പോകാതെ നോക്കണം. ഉലുവ റെഡിയായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമുക്ക് ഈ ഉലുവയും കടുകും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ പൊടിക്കാൻ. നമ്മുടെ മാങ്ങ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ പൊടിച്ചെടുത്ത കടുകും ഉലുവയും കൂടെ പൊടിച്ചെടുത്ത പൊടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ മാങ്ങ ഉടഞ്ഞു പോകാതെ സൂക്ഷിക്കണം.
ഇതിൽ അത്യാവശ്യം വെള്ളം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഇത് സെറ്റായിട്ട് വരും. നമ്മുടെ കടുമാങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറവിട്ട് കൊടുക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം തന്നെ കറിയുടെ വെള്ളം അത്യാവശ്യം റെഡിയായി വന്നിട്ടുണ്ട്. ഇത് എരിവോട് കൂടി കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. മധുരം ഇഷ്ടമുള്ള ആളുകൾക്ക് ഇത് എടുക്കുന്ന സമയത്ത് മാത്രം അതിൽ എത്രയാണോ എടുക്കുന്നത് അതിലേക്ക് ഷുഗറോ അല്ലെങ്കിൽ ശർക്കരയോ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് മധുരത്തോടു കൂടി കഴിക്കാം. ഒരാഴ്ചയോളം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കണം. തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് സൂക്ഷിക്കാം. നമ്മുടെ കടുമാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. സാധാ റൈസിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയൊരു ഡിഷാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.